ആർക്കും ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ടാത്ത ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്, അതിനെ പറ്റിയുള്ള ഒരു മെഷീൻ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ മെഷീൻ കൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒരു ചെറിയ സ്റ്റാൾ ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് കച്ചവടം ചെയ്യാം. കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വരും. കാരണം ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഈ ടൈപ്പിലുള്ള സാധനങ്ങൾക്ക് വലിയ ഡിമാൻഡാണ്. ഈ പ്രോഡക്റ്റ് ഓൾറെഡി നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ വിൽക്കുന്നുണ്ട്. പക്ഷേ അത് ബംഗാളികളാണ് വിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് അവിടെ നിന്ന് ഇത്ര ദൂരം അവർ വന്നിട്ട് ജോലി എടുക്കേണ്ടതിന് പകരം അവർ വഴിയോരങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്റ്റാളുകൾ സ്ഥാപിച്ച് ഫ്രീ ആയിട്ട് അവർ കച്ചവടം ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കി അവർ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവരുടെ ഗൾഫാണ് കേരളം, അറിയാമല്ലോ. നമ്മൾ മടിയന്മാരായതുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നു. ആ പൈസ നമുക്ക് കിട്ടേണ്ടതാണ്. അത് വേണമെങ്കിൽ ഈ ടൈപ്പിൽ നമുക്ക് നമ്മളുടേതാക്കി മാറ്റാവുന്നതാണ്. ചെറിയ ബിസിനസ് ഐഡിയയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഒരു ഷുഗർ കെയിൻ മെഷീനാണ്. അതായത് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീനാണ് സ്ക്രീനിൽ കാണുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ തന്നെ മുല്ലക്കൽ ചെറപ്പിന് സ്ഥാപിച്ചിരിക്കുന്ന ഒരു മെഷീനാണ്. അവിടെ നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്. നല്ല റേറ്റിലാണ് ഈ ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് അവിടെ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കരിമ്പിൻ ജ്യൂസിന്റെ ആവറേജ് എത്ര കിട്ടും, ഒരു കരിമ്പിൽ നിന്ന് എത്ര കിട്ടും എന്നൊക്കെ അവിടെ വിവരിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനിവിടെ അതിന് മുതിരുന്നില്ല. ഇവിടെ നമുക്ക് ഒരു 20,000 രൂപ തൊട്ട് 50,000 രൂപ വരെ നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു മെഷീൻ വാങ്ങിച്ച് വേണമെങ്കിൽ ഇതുപോലെയുള്ള ഫെസ്റ്റീവ് സീസണിൽ നമുക്ക് പോയി കച്ചവടം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ആ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. കരിമ്പിൻ ജ്യൂസ് കരളിന്റെ പ്രവർത്തനം സുഗമമാക്കി മഞ്ഞപ്പിത്ത രോഗത്തിന് കാരണമാകുന്ന ബിൽറുബിൻ എന്ന പദാർത്ഥത്തിന്റെ ഉൽപാദനം കുറയ്ക്കുന്നു. കരിമ്പിൻ ജ്യൂസ് ശരീരത്തിലെ പലതരത്തിലുള്ള അണുബാധ തടയുന്നു എന്ന് മാത്രമല്ല, യൂറിനറി ഇൻഫെക്ഷൻ, ദഹന പ്രശ്നങ്ങൾ, ലൈംഗിക രോഗങ്ങൾ എന്നിവ പരിഹരിക്കുവാനുള്ള മികച്ച ഒരു ഔഷധമാണ് കരിമ്പിൻ ജ്യൂസ്. കടന്നു വരൂ, കരിമ്പിൻ ജ്യൂസ് കഴിക്കുക. ഔഷധം കൂടിയാണ് കരിമ്പിൻ ജ്യൂസ്. കടന്നു വരൂ, ഇനിയും മടികൂടാതെ കടന്നു വന്നുകൊണ്ട് കരിമ്പിൻ ജ്യൂസ് കഴിക്കുവാൻ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീഡിയോ നിങ്ങൾ കണ്ടു, ഇതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സ്റ്റാൾ ഉണ്ടെങ്കിൽ, ഓൾറെഡി ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ടെങ്കിൽ, ഓൾറെഡി ഒരു റെസ്റ്റോറന്റ് ഉണ്ടെങ്കിൽ, ഹോട്ടൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചെറിയൊരു മെഷീൻ വാങ്ങിച്ചു വെച്ച് എക്സ്ട്രാ ഏർണിങ്സ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ മെഷീൻ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എന്തായിരിക്കും അതിന്റെ പ്രോപ്പർ വില എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ആദ്യം ആ മെഷീന്റെ വില ഭാഗത്തേക്ക് പോകാം. നിങ്ങളുടെ കയ്യിലെ ബജറ്റ് അനുസരിച്ച് നമുക്കിവിടെ മെഷീനുകൾ ലഭ്യമാണ്. ഇവിടെ നിങ്ങൾ ആദ്യം കാണുന്ന മെഷീൻ 1,25,000 രൂപയുടെ മെഷീനാണ്. പിന്നെ 1,20,000 രൂപയുടെ മെഷീൻ, 49,560 രൂപയുടെ മെഷീൻ. അതായത് നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന മെഷീൻ ഏതാണ്ട് ഈ ടൈപ്പ് മെഷീനാണ്. 49,560 അല്ലെ 50,000 രൂപ. 45,000 രൂപയുടെ മെഷീൻ, 53,000 രൂപയുടെ മെഷീൻ. ഈ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നത്. അതിലും ചെറിയ മെഷീൻ ഉണ്ട്, 20,000 രൂപയുടെ മെഷീൻ ഉണ്ട്. ഇതെല്ലാം സിംഗിൾ ഫേസിലാണ് ഓടുന്നത്. 28,000 രൂപയുടെ മെഷീൻ, 35,000 രൂപയുടെ മെഷീൻ, 1,10,000 രൂപയുടെ മെഷീൻ. അത് വിത്ത് ട്രോളിയാണ്, നമുക്ക് തള്ളിക്കൊണ്ട് നടക്കാവുന്ന ടൈപ്പ് സാധനമാണ്. 13,500 രൂപയുടെ മെഷീൻ. ഇങ്ങനെ ഒരുപാട് മെഷീനുകൾ ഇവിടെ അവൈലബിൾ ആണ്. 48,000 രൂപയുടെ മെഷീൻ, 33,000 രൂപയുടെ മെഷീൻ. ഈ മെഷീനുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്ട്രീറ്റിൽ കൊണ്ടുവച്ചാലും സ്റ്റോൾ ഇട്ടാലും എവിടെയാണെങ്കിലും ഫുഡിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൂടാതെ ഹൈജീനിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, നമുക്ക് സർട്ടിഫിക്കറ്റ്സ്, അതായത് നമ്മളുടെ ഹെൽത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടി വരും. അതുകൂടാതെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മളുടെ കയ്യിൽ വയ്ക്കേണ്ടതായിട്ട് വരും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.